ഗൈസ് കണ്ടില്ലേ? ഞാൻ വരണോ? എല്ലാവർക്കും വരണം. ആദ്യമായിട്ടല്ലേ കുട്ടീനൊക്കെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. എന്തൊക്കെ തപ്പി എടുക്കണേ? വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഗൈസ്. അപ്പൊ ഇന്നലെ വിഷു ഒക്കെ ആയിരുന്നു. ഫുള്ള് പടകൊക്കെ പൊട്ടിച്ചില്ല ഹിവ? നമ്മള് പൊട്ടിച്ചില്ല, ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ പൊട്ടിച്ച്. ഇവിടെ നിന്ന് പൊട്ടിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ എന്തായാലും ഇവിടെ പടകം പൊട്ടിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല. അതിനെ കൊണ്ട് വേറെ ഒന്നും നോക്കിയില്ല. ഹിബ ഇന്ന എടുത്ത് 2 പൊട്ടിക്കല് പൊട്ടിച്ച് അല്ലേ ഹിബ? വെറുതെ ഗൈസ്. അപ്പൊ ഇന്ന് നമ്മള് ഹിബനെ കൊണ്ട് പുറത്തേക്ക് പോവാണ്. ഹിബക്ക് എങ്ങോട്ട് പോണ്ടത്? കൊടൈക്കനാൽ പോണോ, ഊട്ടി പോണോ, അല്ലെങ്കിൽ മുംബൈ പോണോ, വേറെ എവിടെ പോണേ? മാൽഡീവ്സ് പോണോ? എവിടെ പോണ്ടത്? അസർബൈജാൻ പോണോന്നൊക്കെ ഇവിടെ മമ്മി ചോദിക്കുന്നുണ്ട്. ഇതാടെ ഇതെന്താ തിരശീല പിടിക്കണം മറ്റേ നാടകത്തിന്? ഇതെന്താ പരിപാടി? നമ്മൾ ഡോക്ടറെ കെട്ടാൻ പോവാണ് ഗൈസ്. ഹിബനല്ല, ഹിബൻ അസുഖത്തിന് പിന്നെ പോകണം. നമ്മളിത് വേറൊരു ആവശ്യത്തിന് പോവാണ്. നമ്മള് ബേബിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി പോവാണ് അല്ലേ? ഡോക്ടർ കാണാന് അല്ലേ? എന്നാ പോവാം. ഇതൊക്കെ എന്താ ഹിബ? എന്താ ഹിബന്റെ ബാഗിന്റെ ഉള്ളിലുള്ള സാധനം? അല്ലാ മോനെ, ഇത് മറ്റേതാണ് നമ്മളെ. ഹിബ ഇത് മറ്റേ നമ്മളെ ഹോട്ടലിൽ എന്താണ് പാക്കാണ് വിചാരിച്ച് തിന്നാൻ പോയതാട്ടാ. മോളെ നോക്കി ഇത് ജീരകമുട്ടായ അല്ല, മനസ്സിലായോ? അപ്പൊ തന്നെ എടുത്ത് തിന്നീന്. പക്ഷെ അത് തിന്നാല് അങ്ങനെ പ്രശ്നമൊന്നും വരില്ല. ബിക്കോസ് അത് അങ്ങനത്തെ ഒരു സാധനം എഡിബിൾ അല്ല, പക്ഷെ വലിയ പ്രശ്നം വരില്ല. ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോൾ ഡോക്ടർ പ്രത്യേകം ഉറങ്ങണ സമയത്ത് മാത്രമേ വരാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ നമ്മൾ പോവാണ്. വരിക സാഹചര്യം വലിയ സഹന സമരമായി കൈകൊരുത്ത് കാൽക്കൊരുത്ത് കാൽനടക്ക് പോകാനോ. നോക്കുവിൻ സഖാക്കളെ, നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ട് എഴുതി വെച്ച വാക്കുകൾ. എങ്ങനെയുണ്ട് എന്റെ കവിത? അനിൽ പനച്ചൂരാൻ എഴുതുമോ ഇതുപോലെ? പക്ഷെ ഇത് മൂപ്പര എഴുതിയത് തോന്നിട്ടോ അല്ലേ? അല്ലേ മറ്റേതാരാ ഇത് ഹിബ? മറ്റേ വരിക സഹചര്യ വലിയ സഹന സമരമായി കാൽനടക്ക് പോകാനാ. അല്ല കേളപ്പൻ എഴുതിയല്ലേ? ഓക്കെ ജി ഒരന്തമില്ലാന്ന്. ഒരു മരുമാനം പറ്റിയാണ് ഇത് പറയണല്ലേ ഹിബ? എന്റെ റേഞ്ച് എന്റെ നമുക്ക് മനസ്സിലായിട്ടില്ല, അതാണ് അല്ലേ ഹിബ? അല്ലേ? തമാശക്കാരിയാണല്ലേ. പിന്നെ ഞാൻ ആരോടൊന്നും ഒന്നും പറയാത്ത എന്റെ അമ്മയോട് എന്താന്നറിയാം? എന്റെ ബുദ്ധിയാണ് എന്റെ അമ്മക്ക് ഉള്ളു. ആരെക്കൊണ്ട നമ്മള് നൈസായിട്ട് ഹിബനെ ബാക്കിലോട്ട് വിട്ടു അല്ലെ ഹിബ? ഇപ്പൊ അവിടാണ് സേഫ് എന്ന് പറഞ്ഞു. ഇന്റെ ഒപ്പം ഇരിക്കാനൊന്നും ഇപ്പൊ താല്പര്യമില്ല. ഓൾക്കോളോ കുട്ടീനെ മാത്രം മതിയെന്നാ പറഞ്ഞ. അപ്പൊ ഉമ്മക്കും വെല്ലുമ്മക്കും ദാഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ ഹിബ? കരിമ്പി ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നാട്ടോ. ഇത് അടിപൊളി മെഷീനാണല്ലോ. ഈ നയാ മെഷീന്? നയാ മെഷീൻ കൊള്ളാട്ടോ. നല്ല വൃത്തിയുള്ള കരിമ്പി ജ്യൂസ് കിട്ടുന്ന സ്ഥലമാണ്. ഏതായാലും ഇഷ്ടപ്പെട്ടു. ഓക്കെ, നോർമൽ കെയിൻ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നോർമൽ കെയിൻ, മിന്റ് കെയിൻ, ग्रेप गेन, कुकुम्बर गेन, ये सभी है आपका पास? यही है नॉर्मल है. ഇതൊന്നും മെനുവിൽ ഉണ്ടെന്നുള്ള സാധനമല്ല. നല്ല വൃത്തിയുണ്ട് കേട്ടോ ഈ ഷോപ്പ്. പേരും വെയിലാട്ടോ. ഏതോ ഒരു ഹൈവേന്റെ സൈഡിലുള്ള നല്ല വൃത്തിയുള്ള കരിമ്പ് ജ്യൂസ് ആട്ടോ. എന്തായാലും മറ്റേ നമ്മളെ സാധാരണ കരിമ്പ് ജ്യൂസൊക്കെ കാണുമ്പോൾ അങ്ങനെ ആ ഓട്ടോറിക്ഷൻ്റെ ഇതിൻ്റെ ആ മെഷീൻ്റെ മേലെ ഫുള്ള് അലമ്പ് സാധനങ്ങളൊക്കെ ആയിരിക്കും, കറുപ്പ് കളറൊക്കെ ആയിരിക്കും. ഇത് നല്ല വൃത്തിയുണ്ട്. ഓക്കെ അല്ലേ? കരിമ്പ് ജ്യൂസ് നല്ല വൃത്തിയുള്ള കരിമ്പ് ജ്യൂസാണ്. കുടിച്ചോ, അവിടെ ആക്കണ്ട, കുടിച്ചോ. അയ്യോ സാരില്ലേ പോണ്ടേ. മോനെ കൊറേ കാലത്തിന് ശേഷം ഞാൻ എന്റെ നാട്ടിലെത്തിട്ടോ. പോളി സിറ്റി ഒരു രക്ഷയില്ല. കാളവണ്ടി ഒക്കെ ഉണ്ടായില്ലേ? കോഴിക്കോടിനും കാട്ടി അടിപൊളിട്ടോ. അപ്പൊ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ കോഴിക്കോടൊന്നും പോവല്ലേ. അപ്പൊ ഇപ്പൊ നമ്മളെ അരീക്കോട് ഉയിര് നല്ല വികസനൊക്കെ വന്നത്. ഞാൻ പറഞ്ഞതിന് വിളിച്ചിട്ട് മന്ത്രിനെ കുറച്ച് വികസനം കൊണ്ടുവരണം. പട്ടാളം വന്ന് നമ്മളെ നാട്ടിലോട്ടോ. ബസ്സൊക്കെ നോക്കി പട്ടാളം നോക്കി നമ്മളെ നാട്ടില്. പട്ടാളം നല്ല അവിടെ പോലീസാണ്. പോലീസ് നമ്മളെ നാട്ടില് പോലീസൊക്കെ ഉണ്ട്.
വെച്ചാ ഏതൊക്കെ മന്ത്രിമാരൊക്കെ വരുന്നുണ്ടെന്ന് ഞാൻ വരണോണ്ടേ. അപ്പൊ പ്രൊട്ടക്ഷന് വേണ്ടി വന്നാണ് പോലീസുകാരൊക്കെ. പിന്നെ ഇവിടെ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, നമ്മൂടെ കയറി പോട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിട്ടേ. സാധനങ്ങളൊക്കെ മേടിച്ചിട്ടല്ലോ ഇപ്പൊ അത്യാവശ്യത്തിന് മേടിച്ച് കൂട്ടിയാലല്ലേ നമ്മളെ പരിപാടി. അങ്ങനെ നമ്മൾ ഹിബയുടെ നാട് വിട്ട് നമ്മളെ ഹോസ്പിറ്റൽ തേടി പോവുകയാണ് അല്ലേ ഹിബ? എന്റെ നാട്ടിൽ തന്നെയാണ് ഹോസ്പിറ്റൽ ഉള്ളത്. നമ്മള് കോഴിക്കോടേക്ക് പ്രാവശ്യം പോകുന്നില്ല, ബിക്കോസ് ഒരുപാട് ദൂരാണ് കോഴിക്കോടേക്ക്. ഇങ്ങോട്ടേക്ക് തന്നെ ഉണ്ട് 47 മിനിറ്റ്. കോഴിക്കോട് എന്തായാലും 1.5 മണിക്കൂറൊക്കെ എടുക്കും. അപ്പൊ ആ കുട്ടീനെ ഇപ്പം അങ്ങോട്ട് പോണത് ഭയങ്കര സീനാണ്. കരഞ്ഞാല് പിന്നെ പാലെടുത്ത് എടുക്കേണ്ടി വരും. അതിനെക്കൊണ്ട് നമ്മള് ഇന്ന് ഇവിടെ ആണ് കേട്ടോ കാണിക്കുന്നത്, ആസ്റ്റർ അരീക്കോട്. ഓക്കെ സെറ്റല്ലേ ഇവ? ഓക്കെ ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിലേക്കുള്ള എൻട്രൻസ് തന്നെ വളഞ്ഞ് തിരിഞ്ഞ് പോയിട്ട് വഴി കണ്ടെത്തി. നമ്മളിത് മോക്ക് മനസ്സിലായി ഹോസ്പിറ്റലിലെത്തി. ഇതെന്താ അങ്ങനെ വെച്ചാ രണ്ടാളും കൂടെ ഹോസ്പിറ്റലിലെത്തി മനസ്സിലായി. നമ്മൾ ബേസ്മെന്റിലാണ് കേട്ടോ ഓഡിയോളജി ഉള്ളത്. ഫസ്റ്റ് എന്തിനാ പോണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങൾ ലിഫ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. മമ്മി ഉണ്ടായാലും കൂടി ഹിബക്ക് ഇങ്ങനെ നല്ല സുഖമായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നു ഗൈസ്. അപ്പം നമ്മൾ വന്നിട്ടുള്ള ഓഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ്. അല്ലേ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജിലാണ് നമ്മൾ വന്നത്. ഇപ്പം ആദ്യമായിട്ടുള്ള കുട്ടീനൊക്കെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. എങ്ങനെയുണ്ട് ഈ ഒരു അനുഭവം? പഠിച്ചു വരികയാണ്. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ആദ്യമായിട്ടാണ് നമുക്കൊരു കുട്ടി ഉണ്ടായിട്ട് കുട്ടീൻ്റെ പേര് രജിസ്റ്റർ ചെയ്തിട്ട് കാണിക്കുന്നത് അല്ലേ? അല്ല, ബേബി ഓഫ് ഹിബ എന്നാണ് ഇട്ടത്. ഇതുവരെ കുട്ടിക്ക് പേരിട്ടില്ല കേട്ടോ. നമുക്ക് കുട്ടീനെ സ്കൂളിൽ ചേർത്തുന്ന പേരിടാം. ഐഡിയ നമുക്ക് ഡോട്ടർ ഓഫ് ഹിബ അല്ലെങ്കിൽ ബേബി ഓഫ് ഹിബ എന്ന് വിളിച്ചാലോ? അത് വേണ്ട, നമുക്ക് പേരെന്നെ ഇടാം. ഓക്കെ ഗൈസ്, അപ്പോൾ പേരൊക്കെ ഇടണം. ഞാൻ വരണോ? എല്ലാവർക്കും വരാം. അപ്പം കുട്ടീൻ്റെ ടെസ്റ്റ് എടുക്കാൻ വേണ്ടി പപ്പയും മോളെ ഉള്ളിൽ കയറ്റിട്ടുണ്ട്. ഞങ്ങളെ ഗെറ്റ് ഔട്ട് അടിച്ച് നമ്മൾ എന്തെല്ലാം ഇവിടെ ഇരിക്കാനുണ്ട്. അപ്പം എന്താ ചെയ്യുക, ഫസ്റ്റാക്ക് വരുന്ന വരെ വെയിറ്റ് ചെയ്യണം. പിന്നെ ഇത് കഴിഞ്ഞ് നമുക്കൊന്ന് വീട്ടിൽ പോയാലമ്മ. നമ്മളെ വീട് ഇവിടെ എത്താനല്ല, അപ്പം നമുക്ക് വീട്ടിലൊക്കെ ഒന്ന് കയറി പോകാമെന്ന് വിചാരിച്ചു. വന്ന കാര്യം ഏതായാലും സെറ്റപ്പ് ആയില്ലേ? നല്ല കുഴപ്പമില്ലാണ്ട് തീർന്നു അല്ലേ? കണ്ട മോനെ വെല്ലിമന്റെ അപ്പനാണ് കേട്ടോ മോള്. വെല്ലിമന്റെ അടുത്ത് ആക്കിയാലോ ഹിബ? നമുക്ക് എന്നിട്ട് ദുബായൊക്കെ പോയിട്ട് അടിച്ചു പൊളിക്കാം. അത് ഞാൻ ടെസ്റ്റ് ചെയ്തത്. ഈ ആണെന്നിട്ട് പറയണ ഞാൻ ഈ എടുത്ത് ഞാൻ പുറത്തേക്ക് അറിയാം. അത് വെല്ലിമ പറയാൻ പറഞ്ഞതാവും അല്ലേ? അങ്ങനെ വീണ്ടും ഒരു ഹോസ്പിറ്റലിൽ എത്തി അല്ലേ ഹിബ? എങ്ങനെയുണ്ട്? എന്ത് തോന്നുന്നു? എന്തൊക്കെ പറഞ്ഞാലും ഹിബ പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഹിബന്റെ ആ സൗന്ദര്യം പോയിട്ടില്ല കേട്ടോ. ഇപ്പോൾ ചെറിയ കുട്ടീൻ്റെ പോലെ തന്നെ. ഗൈസ്, ഈ ഷോപ്പിംഗ് മാളിലൊക്കെ പോകുമ്പോൾ പെണ്ണുങ്ങൾ ബാഗായിട്ട് നടക്കൂല, അതുപോലത്തെ ഒരാളെ കാണിച്ചു തരാം. ഒക്കെ പിടിച്ചിട്ടപ്പം ഞാൻ നടക്കണത് എന്താ അവസ്ഥ? അപ്പോൾ ഫസികായനെ വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ. എലിമനി കുട്ടീനെ ഇവിടെ ആക്കിക്കണേ. നമ്മളിവിടെ വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ സ്ഥലം മോനെ പൊള്ളി, ഭയങ്കര വലിയൊരു, എനിക്കിഷ്ടമാണ് ഈ സ്ഥലം. അടിപൊളി, നല്ല പ്രകൃതിദത്തമായ ഔഷധ മൂലികകൾ കൂട്ടി ഉണ്ടാക്കിയ ഒരു ഗ്രാമീണ സിറ്റി. ഈ ഗ്രാമീണ സിറ്റിയാണ്. നല്ല വൈബാണ് എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ. അത് വേറെ കാര്യം. കിടന്നുറങ്ങാനും സുഖമാണ്. എടാ, ഇവിടെ 39 ഡിഗ്രിയാ ചൂട്. കോഴിക്കോടിനെക്കാട്ടി ചൂട് നിങ്ങളെ നാട്ടില്. നമ്മളിവിടെ വെക്കൂല കേട്ടോ ഇപ്പ. ലെറ്റ്സ് ഗോ നമ്മൾ അതനുസരിച്ചിട്ട്. എന്റെ വീടിന്റെ ഗേറ്റുമ്പോ മൊത്തം രാഹുൽ ഗാന്ധി. വാപ്പ സംബന്ധിച്ചിട്ട് വാപ്പ കോൺഗ്രസ് എന്റെ പറമ്പിൽ കയറ്റി രാഹുൽ ഗാന്ധിനെ വെച്ചിട്ടോ. അത് സാരില്ല, നമ്മള് ജനാധിപത്യത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ്. ഹിബയുടെ ഉപ്പ കടുത്ത കോൺഗ്രസ്സുകാരനാ, അത് എനിക്ക് അറിയാം. രാഹുൽ ഗാന്ധിക്ക് ജയ് ജയ്. ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് ചെയ്യാം നമ്മള്. വേറെ കാര്യം. നമ്മളെ വീട് ട്ടോ. ശ്യാമസുന്ദര കേരകിടാവിൻ ഭൂമി. അല്ല മമ്മീജി, ഈ സ്ഥലമൊക്കെ ഓർമ്മ ഉണ്ടോ നിങ്ങക്ക്? വല്ലതും അറിയോ? ഈ സ്ഥലം നിങ്ങൾ കണ്ടിക്കണോ? കൊറേ ദിവസമായില്ലേ ഇവിടെ വന്നിട്ട്? ഇപ്പൊ നമ്മൾ ഹിബന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പൊ എന്തിനാ നമ്മൾ ഹോസ്പിറ്റലിൽ പോയെന്നൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യട്ടോ.
One eternity later. കുട്ടി ഇതാ വീട് കണ്ടിട്ട് ഇറങ്ങാണ്. എന്താ വെച്ചാല് വീട് കണ്ടപ്പം തന്നെ കുട്ടിക്ക് വയറ് നിറഞ്ഞു. ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ടാണല്ലോ വരണ്ടേ, ഒരു 15 ദിവസം കൂടി കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഇവിടെയൊക്കെ ഇങ്ങനെ ഭയങ്കര ചൂടായിരിക്കുന്നു. ഇവിടെ ഇപ്പം 39 ഡിഗ്രി 38 ഡിഗ്രി ഒക്കെ ആയതിന് ചൂട് നിൽക്കാൻ കഴിയില്ല, ഭയങ്കര ചൂടാണ്. അതുപോലെ പഞ്ചാരമാങ്ങ ഉണ്ട് നമ്മളെ പറമ്പിലുണ്ടായത്, അതവിടെ കൊണ്ടുപോയി തിന്നാന്ന് വിചാരിച്ച്. പിന്നെ ഫസ്റ്റാക്ക് എന്തോ ആവശ്യത്തിന് വേണ്ടി മുകളിൽ കയറി അവിടെ നിൽക്കണേ. അതാ വരുന്നുണ്ട്. വന്നല്ലോ വനമാല. ഞാൻ കോഴിക്കോട് പോയിട്ടോ. ഞങ്ങൾ നടന്നു മഞ്ചേരി വലിയ ഓവർ ആവല്ലേ കേട്ടോ മോനെ. വീട്ടിന്ന് യാത്ര ആയിട്ട് ഇറങ്ങാണ്. എല്ലാരും ഇവിടെ യാത്രയായി സൂര്യാമുഖം. എല്ലാരും ഇവിടെ കാത്തിക്കുണ്ട്. ഇന്ന് ഇറങ്ങി. യെസ്, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാൻ വിചാരിച്ച സമ്മതിക്കുന്നില്ല. നമ്മളെങ്ങനെ വീട്ടിൽ കൊണ്ടാക്കുക? അതന്നെ, നമ്മളെവിടെ മഞ്ചേരിയാ ഒരു മാസത്തേക്ക്. രണ്ടാക്കും അവിടെ മതി. ഈ കാണാനൊന്നുമില്ല. ഇമ്മച്ചിക്കാടാ വേണ്ടിയത്. നല്ല കോമഡി ഒക്കെ പറയുന്നുണ്ട്. നല്ല തമാശ ഒക്കെ കൂടുന്നുണ്ട് കേട്ടോ. തമാശക്കാരിയാണല്ലേ, ഭയങ്കര തമാശ. ഗൈസ്, അപ്പൊ നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഹിബ റെസ്റ്റോറന്റിൽ എത്തിയിരിക്കുകയാണ് അല്ലേ? ഞാൻ സാധാ ഫുഡാണ് തിന്നാൻ വേണ്ടി പോണത്. ഗൈസ്, അപ്പൊ നല്ല വിശപ്പ്, എന്തെങ്കിലും നമുക്ക് തിന്നാം. ഇപ്പം തന്നെ പാല് കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഒരു മണിക്കൂറിലേക്ക് 2 മണിക്കൂറിലേക്ക് ഉറങ്ങും. പക്ഷെ ഇപ്പം ഫുഡ് വന്നിട്ടില്ലെങ്കിൽ എങ്ങാനും കഴിഞ്ഞ ഹിബ എന്താ ചെയ്യാ നമ്മള്? പാർസൽ അല്ലേ, വേറെ രസമൊന്നുമില്ല ആണല്ലോ. അപ്പൊ നമ്മുടെ ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. പൊറാട്ട, മീൻ, ചിക്കൻ കറി, എന്താ ബീഫിന്റെ റിബ്, പിന്നെ ബീഫ് വരട്ടിയത്, എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാണ്. വാഷ്റൂം പോയതാണ്. അപ്പൊ ഞാൻ അതൊന്ന് തുടങ്ങിയാലോ? അപ്പൊ ഞാന് ആദ്യം 2 പത്തിരി ഇടുക. അതിലേക്ക് എന്താ ഇവന്റെ ആർത്തി കാണാൻ പറ്റില്ല. ഞാൻ തിന്നട്ടെ. തിന്ന ഞാനൊന്നും എടുക്കണ്ടോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, തിന്നോ. നമുക്ക് നോമ്പാട്ടോ, തെറ്റിദ്ധരിക്കണ്ട. ഓക്കെ, അപ്പൊ ഉമ്മകള് പാർസൽ ചെയ്യാം. എന്നാ ഇത് എടുത്ത് നോക്ക്. ഇത് ബീഫ് റിബ് തിന്നത്. ഓക്കെ. ബേബി ഉറങ്ങി തന്നെ കിടന്നില്ല, നമ്മൾ സഹകരിച്ചില്ല. നല്ല സഹകരണ ബോധമുള്ള ബേബിയാണ്. എന്താ ഹിബ, എല്ലാ പരിപാടികളും കഴിഞ്ഞല്ലോ. അപ്പൊ ഹിബനെ തനിച്ചാക്കി ഞാൻ അങ്ങനെ പോവുകയാണ്. ഹിബ, നമുക്ക് സങ്കടമൊന്നും ഇല്ലല്ലോ അല്ലേ? ചെറിയൊരു വിഷമം. ഓക്കെ. അപ്പൊ നമ്മളെങ്ങനെ മൊബി മഞ്ചേരിയിൽ വീണ്ടും എത്തിയിരിക്കുകയാണ് അല്ല? ഇത് നമ്മള് തന്നെ സ്ഥലം ആണല്ലേ? ഓക്കെ ഗൈസ്, അപ്പം നമ്മളെ റൂമിൽ ഇതുവരെ ആരും ഇല്ലായിരുന്നു അല്ല ഹിബ? നോക്കൂ, ഇപ്പോഴത്തെ ഇവിടുത്തെ അന്തരീക്ഷം നല്ല ഭംഗിയില്ലേ ഹിബ? അല്ലേ, സൂപ്പർ അല്ലേ? ഹിബ നല്ല എൻജോയ്മെന്റ് അവിടെ, നല്ല AC ഇട്ടിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് നല്ല സുഖമായിട്ട്. ഹിബന്റെ റൂം നോക്കി, 2 BHK റൂമാണ്. ഹിബ എൻജോയ് ചെയ്തോണ്ടിരിക്കുക എല്ലാ ദിവസവും അല്ലേ ഹിബ? ശാന്തി, നീ എൻജോയ് ചെയ്യേ, എനിക്ക് പ്രശ്നമില്ല. ഗൈസ്, അപ്പം നമ്മൾ എന്തിനാണ് ഇന്ന് ഹോസ്പിറ്റലിൽ കാട്ടാൻ പോയതെന്ന് വെച്ചാൽ, നമ്മളിന്ന് ഡിസ്ചാർജ് ആവുന്ന, അതായത് ഇവൻ്റെ ഡെലിവറി കഴിഞ്ഞ് ഡിസ്ചാർജ് ആവുന്ന ദിവസം നമ്മൾ മറ്റേ ഇയർ ടെസ്റ്റിംഗ് എടുക്കും അല്ല ഇവ കുട്ടീൻ്റെ. അന്ന് കുട്ടിക്ക് അത് റെസ്പോണ്ട് ചെയ്യാനായിട്ട് കൊണ്ട് തന്നെ ടെസ്റ്റ് ഫെയിലായിരുന്നു അല്ലേ? ഒരു നമ്മൾ 2 പ്രാവശ്യം ഇയർ ടെസ്റ്റ് ചെയ്ത് 2 പ്രാവശ്യം ഇയർ ടെസ്റ്റ് ഫെയിലായിരുന്നു. അപ്പം എനിക്ക് ചെറിയൊരു നെഗറ്റീവ് ഉണ്ടായിരുന്നു. ഇന്ന് പോയി നമ്മളിപ്പോൾ ചെക്ക് ചെയ്തു അല്ലേ? അന്നേ ഡോക്ടർ പറഞ്ഞിരുന്നു അല്ല, അതിന്റെ ഓഡിയോളജിസ്റ്റ് പറഞ്ഞിരുന്നു ഈ കുട്ടികളെ ഈ ചെവിയിൽ പല സംഭവങ്ങളൊക്കെ അടിഞ്ഞു കിടക്കും, ഈ ലിക്വിഡും ഫ്ലൂയിഡ്സ് ഒക്കെ. അപ്പൊ അത് കഴിഞ്ഞ് ഒരു 2-1 കഴിയുകയാണെങ്കിൽ റെഡി ആവുന്നു മൂപ്പര് അന്നേ പറഞ്ഞീന്. അപ്പൊ ഇന്ന് എന്തായാലും പോയി ചെയ്തപ്പോ റിസൾട്ടൊക്കെ
ഓക്കെ ആയില്ലേ? ശരിക്കും ഇന്നലെ ഇനിയും ചെയ്യേണ്ടി, അത് നമ്മൾ മറന്നു ഇന്നലെ ചെയ്യണത്. അതിനെക്കൊണ്ട് ഹിബന്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ, ഹിബന്റെ വീടിന്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ചെയ്തു അല്ലേ? നേച്ചറിന്റെ നടുവിൽ നമ്മൾ നിൽക്കണം. നോക്ക് ഏതാ വൈബ് അല്ലേ ഹിബ? അപ്പൊ എന്തായാലും തരുന്നത് വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ഷെയർ ചെയ്യാം, ലൈക്ക് നമ്മൾ മറ്റു വീഡിയോസ് ആയിരിക്കും. എന്താ അടിയിൽ നിന്ന് പൊട്ടണ ശബ്ദം? ഞങ്ങൾ പാറ പൊട്ടിക്കലാണ്. എന്താണ് ഈ എന്തത്?